സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ തൊഴിലാളികളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തൊഴിലാളി നേതാക്കൾ വ്യക്തമാക്കി. കടുത്ത വൈദ്യുതി നിയന്ത്രണം വന്നതോടെ വ്യവസായശാലകൾ ഉൽപ്പാദനവും തൊഴിൽ സമയവും നിയന്ത്രിച്ചിരിക്കുകയാണ്. അധിക വൈദ്യുതി ഉപയോഗിച്ചാൽ നഷ്ടം 10 മടങ്ങാവുന്നതോടെ വ്യവസായ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും അടച്ചിടേണ്ട അവസ്ഥയിലായി. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഫാക്ടറികളും കമ്പനികളും എല്ലാം കച്ചവട സ്ഥാപനങ്ങൾ പോലും അടച്ചിടേണ്ട സ്ഥിതിയിലേക്കാണ് ഈ താരിഫ് വർധനവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് എന്താണ് തൊഴിലാളികൾക്ക് ഉൽപ്പാദന മേഖലയിലും മറ്റിതര മേഖലകളിലും തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഒരു സാഹചര്യം ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി തൊഴിലാളി സംഘടനാ നേതാക്കളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ വൈദ്യുതി നിയന്ത്രണത്തെ തുടർന്ന് കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന മുഖ്യമന്ത്രി ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കണം. നഷ്ടം വർദ്ധിച്ചതോടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വ്യവസായശാലകളിൽ ഷിഫ്റ്റ് സംവിധാനം പരിമിതപ്പെടുത്തിയത് കടുത്ത തൊഴിൽ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. CITU ജനറൽ സെക്രട്ടറി MM ലോറൻസ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, AITC ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.